നിറഞ്ഞ നമസ്കാരം. ലോകപ്രശസ്തരായ വില്യം ഷേക്സ്പിയറുടെ ലോകോത്തരമായ ഒരു നാടകം കഥാപ്രസംഗമാക്കുന്നു. കിങ് ലിയർ, 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 കിങ് ലിയർ. ഒരു നാടിനൊരു രാജാവ്, പ്രിയ മക്കൾക്കൊരു പിതാവ്. ഒരു നാടിനൊരു രാജാവ്, പ്രിയ മക്കൾക്കൊരു പിതാവ്. ലിയർ, ലിയർ, കിങ് ലിയർ. ഇത് ഒരു 14 കഥയ്ക്കപ്പുറം ഒരു അച്ഛൻ്റെ കഥയാണ്. ആരാണ് നമുക്ക് അച്ഛൻ? സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ നാം കിട്ടിയ കൈകളാണത്. നമ്മുടെ ശ്രദ്ധകളെ തിരുത്തി സാഹിത്യകാരങ്ങൾ കൂടിയാണത്. അല്ലാതെ ഇപ്പോഴത്തെ സിനിമ പാട്ടിലെ അച്ഛനല്ല. എൻ്റെ അമ്മയുടെ ചിനിക്ക് കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയേ, എൻ്റെ അപ്പനെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തരുത്തേ. ഇതിൽ അമ്മ അച്ഛൻ കല്ലനുമാണ്. പ്രിയരെ, മക്കൾ ഉപയോഗിച്ചിട്ട് മാന്ത്രികൾ ഇതയും നമ്മൾ നാദികഥ സമീപിക്കുന്നു. ബ്രിട്ടനിലെ ഒരു കൊട്ടാരം ഭീഷ്മരാജ്യത്തിൻ്റെ പരിമാണം നൽകുന്നത് ഇവിടെയായിരുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, വികസനം, പ്രതിരോധം ഇവയെല്ലാം നോക്കി ഭരിക്കുന്നതോ നമ്മൾ അത്ഭുതപ്പെടും. പടുകിടവരായ ഒരു രാജാവ്. കാഹളമുയരുന്നു, കാഹളമുയരുന്നു. സൈനികരും കുലവാസികരും സാഗതമളന്നു. ആകളവോളവരെ തിരിക്കുന്നു ഇവരാന്തിയരെ. ഈ രാജാവിൻ്റെ എഴുന്നള്ളത്താണ്. രാജകീയ വേഷം തളിച്ച് അദ്ദേഹം കടന്നു വരുന്നു. ഇടതുഭാഗത്ത് മൂത്ത മകൾ, വലതുഭാഗത്ത് രണ്ടാമത്തെ മകൾ. രണ്ടുപേരും വിവാഹിത. തൊട്ടുകവി അഹിയായി ഇളയ മകൾ ഒരു സൗന്ദര്യ സാധാരണക്കാരൻ. പാരം നീണ്ടിയുണ്ട് കേശധാരം കണ്ടുകൊണ്ട് കരിങ്കാളും വന്നു മിണ്ടൽ പൂണ്ട് കരഞ്ഞിടുന്നു. ആകപ്പാടി നല്ല നല്ല ശോകപ്പേടമിനിമാടും മോഹപ്പെടും ഇവരുടെ പൊന്മുഖം കണ്ടാൽ. അവളുടെ പേര് ദീലിയ കൊർലീലിയ. കൂടാതെ ഫ്രാൻസിലെ രാജകുമാരനും എത്തിച്ചേർന്നിട്ടുണ്ട്. ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായ ഒരു സുപ്രധാനമായി തീരുമാനം രാജാവ് സദസ്സിനെ അറിയിക്കുന്നു. എനിക്ക് പ്രായമേറി, അതുകൊണ്ട് തന്നെ രാജഭരണത്തിൽ നിന്നും ഞാൻ ഉയരുകയാണ്. ഈ നാടിൻ്റെ സർഗാകാശവും നാടിൻ്റെ 3 പെൺമക്കൾക്കുമായി വീതം വെച്ചു. ആദ്യം എൻ്റെ മൂത്ത മകൾ. അവളുടെ സ്നേഹമായിട്ട് അവളരഞ്ഞേറ്റു. അച്ഛനെ സ്നേഹിക്കുന്നു ജീവൻ്റെ ദീപനായി. അച്ഛനെ പൂജിക്കുന്നു ആരാധദേവനായി. അച്ഛനാണെനിക്കെൻ്റെ ആത്മശക്തി. അച്ഛനാണെനിക്കെൻ്റെ രത്നവും ജീവനും. ഒരച്ഛന് ഇതിൽ പറഞ്ഞു കേൾക്കാറുണ്ട്. അധികം ശകുസ്തരായി. രണ്ടാമത്തെ മകൾക്ക് എന്താണ് പറയാനുള്ളത്? അവൾക്കും ചേച്ചിയെ പോലെ തന്നെ അഭിപ്രായം പ്രകടിപ്പിച്ചു. ഇനി രണ്ടാമത്തെ മകൾക്ക് എന്താണ് പറയാനുള്ളത്? പിതാവേ, എന്നോട് ക്ഷമിക്കണം. ശുചിവചനങ്ങൾ പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വേഗം അത് വാക്കുകൾ പണിക്കുന്നതല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അച്ഛനെ മാത്രമേ സ്നേഹിക്കുമെന്ന് ഈ ചേച്ചിമാർക്ക് എങ്ങനെ പറയാൻ കഴിയും? ഇവർക്ക് ഇവളുടെ ഭർത്താക്കന്മാരുടെ യാതൊരു സ്നേഹമില്ലേ? ഞാൻ വിവാഹിതയാകുമ്പോൾ എൻ്റെ പകുത്തിൻ്റെ സ്നേഹിതി ഞാൻ എൻ്റെ ഭർത്താവിന് നൽകും. ദീലിയ, അതൊരു നിത്യം നീയം നനഞ്ഞ നിന്നിപ്പോൾ നിൻ്റെ ന്യായവാദങ്ങൾ ചഞ്ചലിപ്പന കെട്ടുവാൻ ഇല്ല. നന്നാവുകില്ലും പെണ്ണെ, പുല്ലുപോൽ നിന്നെ അവഗണിക്കുന്നു ഞാൻ. ഹോ, നാശം വിളിച്ചോളെ, ധിക്കാരം നിൻ്റെ ധിക്കാരം. ഇന്നു മുതൽ
ഞാൻ നിന്റെ അച്ഛനല്ല, നീ എൻ്റെ മകളുമല്ല. നീ ആനന്ദ ദിവസം പോലും ഞാൻ നിനക്ക് തരില്ല. പോയിക്കോ. ആ പിതാവ് 2 സ്വത്തുക്കളെല്ലാം 2 പെൺമക്കൾക്കുമായി വീതം വെച്ചു. ലിയ രാജാവ് സ്വത്തൊന്നും എടുത്തില്ല. ഈ സമയം ഫ്രാൻസിലെ രാജകുമാരനോടും ദീലിയനെ ആശ്വസിപ്പിക്കുന്നു. ദീലിയ, സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടതിനും സ്വഭാവച്യുതി കൊണ്ട് നീ ശമ്പന്തരായി. നീ പോരുന്നു എൻ്റെ കൂടെ. ഫ്രാൻസിൻ്റെ ഭരണാധികാരിയായ ഒരു സുമുഖൻ ഒരു കപ്പൽ നീങ്ങുന്നു. അതിൽ ഫ്രാൻസിൻ്റെ രാജകുമാരനും ദീലിയയും. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ലിയ രാജാവിന് പരിവാരങ്ങളും മുത്തമകളുടെ വസതിയിൽ താമസം ആരംഭിച്ചു. ഇനി 1 മാസം അവിടെയാണ്. രാജകാര്യങ്ങൾ നോക്കേണ്ട, ജനങ്ങളുടെ വിശേഷം വേണ്ട, യാതൊരു അത്താവും വേണ്ട. എന്തൊരു സമാധാനം! പലപ്പോഴും അവിടെ പാട്ടും നിർത്താവും. കൊട്ടുകൊട്ടി താളം വിട്ട് പാട്ട് പാടി നൃത്തം പാടി മാനന്ദമായി ആഘോഷമായി കൊട്ടാരമായി നുണന്നേ, കൊട്ടാരമായി നുണന്നേ. എന്താ ഇത്? മുത്തമകളുടെ കനത്ത ശബ്ദം. ഒരു രാജാവ് മരിച്ച ഭരണാധികാരിയാണ് ഈ 3 മാടമ്യങ്ങളും. ഇതിവിടെ പാടില്ല, ഞാൻ അനുഭവിക്കില്ല. അച്ഛൻ എന്തിനാ ഈ 100 പേർ? എന്തൊക്കെ നാശങ്ങളാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവരെ വേഗം പറഞ്ഞു വിടും. പറ്റില്ലെങ്കിൽ അച്ഛനെയും ഇറങ്ങിക്കോ. കൊടുങ്കാട്ടിൻ്റെ വേദനയാണ് അവൾ പോയത്. നേരം അർദ്ധരാത്രി നിൽക്കുന്നു. 2ാമത്തെ മകളെ വിളിച്ചുണർത്തി. എന്താച്ചാ? ചേച്ചിയുടെ കൂടെ 15 ദിവസമല്ലേ കഴിയേണ്ടു. 1 മാസമല്ലേ അങ്ങോട്ടേക്ക് കഴിയേണ്ടത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ചേച്ചിയുടെ അടുത്ത് തന്നെ തിരിച്ചു പോകണം. 1 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി. പിന്നെ വരുമ്പോൾ ഒരു കാര്യം, ഈ പരിചാരകൂടെ പാടില്ല. 2ാമത്തെ മകൾ പൊട്ടിത്തെറിക്കുന്ന വാക്കുകൾ കേട്ട് ആ പിതാവ് സ്തംഭിച്ചുപോയി. മക്കളെ, നിങ്ങൾ ചൊന്ന വാക്കുകൾ എന്നതൻ തിരുന്നെന്നും ഒന്നുമേ ഞാൻ ഇല്ലെൻ്റെ കാലം തീരുന്ന നാൾ വരെ. മക്കളുടെ സേനു അതായി രാജാവിന് മത്സരായി. തുടച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കൂടിയുണ്ടായിരുന്ന സേവകരെയാലും കാണാറില്ല. പെട്ടെന്ന് അവർ തലചുറ്റി താഴേക്ക് വീണു. ഈ സമയം രാജാവിനെ അടുത്തറിയുന്നൊരു പൗരൻ അദ്ദേഹത്തെ ചെടിക്കുള്ളിൽ പൊക്കിയെടുത്ത് ഒരു ചെടുമാടത്തിൽ കൊണ്ടുവന്ന് കിടത്തി വെള്ളവും ഭക്ഷണവും കൊടുത്തു. മാനസിക നില ആകെ തെറ്റിയതുപോലെ പോയി, എല്ലാം പോയി. ദരിദ്രാന്തവസ്ഥ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവമതിച്ച് കിട്ടിയ ലിയ മകളെ തിരിച്ചറിഞ്ഞു. മോളെ ദീലിയ, നീ എന്നോട് ക്ഷമിക്കണം. ശുചിവചനങ്ങൾ പറയോ? ഞാനൊരു വിഡ്ഢിയായ പിതാവാണ്. എൻ്റെ മോളെ, എന്നെ വിട്ടു പോകരുത്. എവിടുന്ന്? പിന്നിൽ നിന്നൊരു പരിഹാസകാരൻ. പെട്ടിക്കുള്ളിൽ പണമേറുന്ന ഒരച്ഛനെ നോക്കാൻ ആളുണ്ട്, ആളുകളുണ്ട്. സമ്പത്തെല്ലാം വീതം വെച്ചൊരച്ഛനെ നോക്കാൻ ആളുണ്ട്, അച്ഛനെ നോക്കാൻ ആളുണ്ട്.